ഗാസയിൽ ഒടുവിൽ സമാധാനം പുലരുന്നു. ദോഹയിൽ നടന്ന ചർച്ചകളെ തുടർന്ന് 1 വർഷം മുൻപ് ആരംഭിച്ച ഗാസയിലെ ക്രൂരമായ യുദ്ധം താൽക്കാലികമായി നിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും ഇസ്രയേലും ഹമാസും വെടിനിർത്തൽ കരാറിലെത്തി. മധ്യസ്ഥർക്ക് മുന്നിൽ അവതരിപ്പിച്ച വെടിനിർത്തലും തടവുകാരുമായുള്ള കൈമാറ്റ കരാറും തങ്ങളുടെ പ്രതിനിധികൾ അംഗീകരിച്ചതായി ഹമാസ് പറഞ്ഞു. US ഉദ്യോഗസ്ഥർ കരാർ സ്ഥിരീകരിച്ചെങ്കിലും ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി കരാർ ഒപ്പിടുന്നതിനായി ഹമാസുമായി അവസാന കൂടിക്കാഴ്ച നടത്തി. ഖത്തർ പ്രധാനമന്ത്രി ഹമാസുമായും ഇസ്രയേലുമായും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഗാസ വെടിനിർത്തലും ബന്ദികളെ മോചിപ്പിക്കാനുള്ള കരാറും ഉണ്ടാക്കിയെടുത്തത്. 3 ഘട്ടങ്ങളുള്ള ഉടമ്പടി കരാറിൽ 1-ാം ഘട്ടത്തിന്റെ ഭാഗമായി സമ്പൂർണവുമായ വെടിനിർത്തലും അന്തിമമാക്കാത്ത 2-ാം ഘട്ടത്തിൽ യുദ്ധത്തിന്റെ ശാശ്വതമായ അവസാനവും ഉൾപ്പെടുന്നുവെന്ന് സ്ഥാനമൊഴിയുന്ന US പ്രസിഡന്റ് ജോ ബൈഡനും ഉറപ്പു നൽകിയിട്ടുണ്ട്.